വെൽക്കം ടു ഫുഡ് ടാഗ്. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഭട്ടൂരയാണ്. എസ്പെഷ്യലി കുട്ടികൾക്ക്. ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ ആദ്യം പറയണ പേര് ഭട്ടൂര ആയിരിക്കും. സാധാരണ ഭട്ടൂര ഉണ്ടാക്കുന്നത് മാവ് കുഴച്ച് 1-2 മണിക്കൂർ ഫെർമെൻറ്റ് ചെയ്ത ശേഷമാണ് പരത്തി ചുട്ടെടുക്കാറ്. പക്ഷേ നമ്മുടെ ഈ ഒരു ഭട്ടൂരയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാവ് കുഴച്ച് ഒരു 15 മിനിറ്റിന് ശേഷം പരത്തി പൊരിച്ചെടുക്കാവുന്നതാണ്. അത്രയ്ക്ക് എളുപ്പമാണ്. ഇൻസ്റ്റൻറ്റ് ഭട്ടൂര എന്നൊക്കെ പറയില്ലേ, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു ഭട്ടൂരയാണ്. പിന്നെ ഭട്ടൂര ഉണ്ടാക്കുമ്പോൾ പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം ഭട്ടൂരയിലൊക്കെ നല്ലോണം എണ്ണ നിൽക്കുന്നുള്ളതാണ്. നമ്മുടെ ഈ ഭട്ടൂരയിൽ എണ്ണ ഒട്ടും തന്നെ നിൽക്കില്ല കേട്ടോ. വളരെ ഡ്രൈ ആയിട്ടുള്ളൊരു ഭട്ടൂരയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ട് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്കും ഇഷ്ടമാവുമെന്ന് ഉറപ്പുണ്ട് എനിക്ക്. അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. ഭട്ടൂരയ്ക്ക് മാവ് കുഴച്ചെടുക്കാനായിട്ട് ആദ്യം തന്നെ ബൗളിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുകയാണ്. കൂടെ 1/4 കപ്പ് വൈറ്റ് റവ, 1/4 കപ്പ് അധികം പുളിയില്ലാത്ത തൈരും ചേർത്ത് കൊടുക്കുക, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. അടുത്ത് നമ്മുടെ ഭട്ടൂര ഉണ്ടാക്കാനായിട്ട് ഇൻസ്റ്റൻ്റായിട്ട് ഹെൽപ്പ് ചെയ്യണത് ഈനോ ആണ്. ഫ്ലേവർലെസ് ഈനോ ആണ് ചേർക്കേണ്ടത്. അതൊരു 1/4 ടീസ്പൂൺ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ആദ്യം ഡ്രൈ ആയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ല ടൈറ്റായിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. ടൈറ്റ് ആവുകയും വേണം, അതേസമയം സോഫ്റ്റ് ആയിരിക്കുകയും വേണം നമ്മുടെ ഡോ. എന്നാലാണ് ഭട്ടൂര നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുക കേട്ടോ. സാധാരണ ഭട്ടൂരയ്ക്ക് നല്ല കളർ കിട്ടാനായിട്ടാണ് പഞ്ചസാര ചേർക്കുന്നത്. ഇതിൽ ഈ റെസിപ്പിയിൽ പഞ്ചസാരയുടെ ആവശ്യമില്ല, അല്ലാതെ തന്നെ നല്ല കളറായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അത് അതുപോലെ വേണം കുഴച്ചെടുക്കാനായിട്ട്. ഞാൻ കുറച്ച് സ്പീഡായിട്ട് കാണിക്കണമെന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ടബിളായിട്ട് കുഴച്ചെടുക്കാൻ പറ്റുക അതുപോലെ കുഴച്ചെടുത്ത് വെച്ചോളൂ. ഇനി കൈകൊണ്ട് കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഫുഡ് പ്രോസസ്സർ ഉണ്ടെങ്കിൽ അതിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിലൊരു ബാച്ച് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അപ്പോൾ അതാ 15 മിനിറ്റ് കഴിഞ്ഞു. അതിനുശേഷം ഞാൻ തുറന്നെടുക്കുകയാണ്. ഇനി ഇത് കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് ഉരുട്ടിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ തന്നെ നന്നായിട്ട് കിട്ടും. അപ്പോൾ അതതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഓരോ ഉരുളകളായിട്ട് എടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ അളവിലെടുക്കുകയാണെങ്കിൽ ഒരു 7 ഭട്ടൂരയാണ് എനിക്ക് കിട്ടിയത്. ഹോട്ടലിലൊക്കെ ഉള്ള പോലെ വലിയ സൈസ് ഭട്ടൂര അല്ല കേട്ടോ. അത് ഒരു മീഡിയം സൈസിലുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതാക്കാം വലുതാക്കാം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി ഏതിലാണോ പരത്തിയെടുക്കണേ ആ ഒരു ബോർഡ് എണ്ണ കൊണ്ട് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്യുക. അതുപോലെ ഉരുട്ടണയിലും ഇതുപോലെ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കുക. അതിന് ശേഷം ഓരോ ഉരുളകളായിട്ട് ഇതുപോലെ വെച്ചിട്ട് പരത്തിയെടുക്കുക. ഭട്ടൂരയിൽ നമ്മൾ ഗോതമ്പ് മാവോ മൈദയോ ഇട്ടൊന്ന് ഡസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എണ്ണ തേച്ചത് കൊണ്ട് തന്നെ നന്നായിട്ട് കിട്ടും. അപ്പോൾ ഒരുപാട് കട്ടിയില്ലാതെയും ഒരുപാട് തിന്നല്ലാതെയും ഒരു മീഡിയം ലെവലിൽ വേണം ഇതൊന്ന് പരത്തിയെടുക്കാനായിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്തിയെടുക്കാം കേട്ടോ. റൗണ്ടിൽ ചെയ്യുക, ഓവലിൽ ചെയ്യുക, അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ പരത്തി വെച്ചത്. അതുപോലെ എല്ലാം നമുക്ക് പരത്തിയെടുക്കാം. ഭട്ടൂര പൂരിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ലോണം എണ്ണ ഒഴിച്ചാലേ നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഒരുപാട് എണ്ണ വേസ്റ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ച് ഞാൻ എപ്പോഴും ചെറിയൊരു ചീഞ്ചട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കാറ് കേട്ടോ. എണ്ണയിട്ട് റീയൂസ് ചെയ്യാനും പാടില്ല. അപ്പോൾ എണ്ണ നന്നായി ചൂടായ ശേഷം ഓരോ ഭട്ടൂരയായി ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ അത് നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ ഒരു ഭാഗം നന്നായിട്ട് കുക്കായി കഴിഞ്ഞാൽ മറുവശവും തിരിച്ചിടുക. അതിന് ശേഷം എടുക്കുക. അങ്ങനെ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ഇതിൽ പഞ്ചസാര ചേർക്കാതെ തന്നെ നല്ല കളറ് കിട്ടുന്നു. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഭട്ടൂരാസ് നല്ല കളറ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ ഈ ഒരു ഭട്ടൂരയുടെ സ്പെഷ്യാലിറ്റി ഒട്ടും എണ്ണ കുടിക്കില്ല കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, എണ്ണ നല്ല ചൂടുണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിം വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്.
ഈ ഒരു ഭട്ടൂര ഫ്രൈ ചെയ്ത് കുറേ നേരം കഴിഞ്ഞാലും ഇതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ. ഇത് അമുങ്ങിപ്പോവൊന്നുമില്ല, നല്ല ബുഫ്ന്നായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരണ സമയത്ത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ഭട്ടൂര കേട്ടോ ഇത് നല്ലോണം ടൈം സേവിങ്ങും ആണ്. നമുക്ക് സമയമില്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. സ്വാദിനൊന്നും ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ. ഹോട്ടലിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു ഭട്ടൂരയ്ക്കും. അപ്പോൾ ഞാൻ എല്ലാ ഭട്ടൂരയും ഫ്രൈ ചെയ്ത് വെച്ച ശേഷമാണ് ഈ പ്ലേറ്റിൽ സെർവ് ചെയ്തത് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ട്. കുറേ നേരമായില്ലേ, എന്നിട്ട് പോലും അങ്ങനെ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്താ പൊട്ടിച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ അകമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല എണ്ണയൊന്നും ഒട്ടും കുടിച്ചിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഭട്ടൂര സെർവ് ചെയ്യണത് ഇതിൻ്റെ ഏറ്റവും ആപ്റ്റായിട്ടുള്ള കോമ്പിനേഷനിൽ തന്നെയാണ് ചോള മസാലയുടെ കൂടെയാണ്. ഈ ചോള മസാലയുടെ റെസിപ്പി ഞാൻ നാളത്തെ വീഡിയോയിലാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ അതും എല്ലാവരും കാണണം. ഹോട്ടലിൽ കിട്ടണ അതേ സ്വാദോടുകൂടിയും ടെക്സ്ചറും കളറും ഒക്കെ അതുപോലെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ചോള മസാലയുടെ പൗഡറൊന്നും ആവശ്യമില്ലാതെ തന്നെയാണ് ആ ചോള മസാല ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഭട്ടൂര കണ്ടില്ലേ എത്ര പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യുക. വീഡിയോനൊരു ലൈക്ക് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ നാളെ ചോള മസാലയായിട്ട് കാണാം. താങ്ക്